നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനും പീരുമേട് എം.എൽ.എ. ആയിരുന്ന വാഴൂർ സോമനും അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയും. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സഭയിൽ ഭരണപക്ഷം ഉയർത്തിക്കാട്ടും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, പീരുമേട് എം.എൽ.എ. ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി പിരിയും. തുടർന്നുള്ള ദിവസങ്ങളിൽ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സഭയിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. നിയമസഭയിൽ എത്തുമോ എന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചിരുന്നു. തുടർന്ന് സഭയിലെ രാഹുലിന്റെ ഇരിപ്പിടം കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും മാറ്റി പ്രത്യേക ബ്ലോക്കാക്കിയിട്ടുണ്ട്. രാഹുൽ വിഷയം ഭരണപക്ഷം ഉപയോഗിക്കുമ്പോൾ പോലീസ് മർദ്ദന വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ഇതിൽ വസ്തുതകൾ നിരത്തി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളായ വിഴിഞ്ഞം, മുട്ടത്തറ ഫ്ളാറ്റ്, വയനാട് പുനരധിവാസം, അർബൻ കോൺക്ലേവ് ഉൾപ്പെടെയുള്ളവ സഭയിൽ ഭരണപക്ഷം ഉയർത്തും. 12 ദിവസത്തേക്ക് ചേരുന്ന സഭാസമ്മേളനത്തിൽ സുപ്രധാന ബില്ലുകളും സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ബില്ലുകളുടെ അന്തിമ പട്ടിക ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ തീരുമാനിക്കും. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനായി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ല് ഈ സമ്മേളന കാലയളവിൽ തന്നെ അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കും. ഇത്തവണത്തെ സഭാസമ്മേളനത്തിൽ പ്രതിപക്ഷ നിലപാട് തന്നെയായിരിക്കും ശ്രദ്ധേയമാകുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.